തലയുടെ ഫുൾ പടവും വെച്ചെടുത്ത് വെച്ചിരിക്കുന്നു. ഒരു ഫാൻ ബോയ് ട്രീറ്റ്. Hey mame, finally the OG Sambhav is here from the director of Mark Antony. Thala Ajithinte oru pakka fanboy padam, the most awaited Good Bad Ugly. കണ്ടറിഞ്ഞ് ഓടിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വിഷു ക്ലാഷ് തൂക്കുമോ തലേന്ന് നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചുകൊണ്ട് ചോദിച്ചു നോക്കാം. നേരെ ഗുഡ് ബാഡ് അഗ്ലി റിവ്യൂലേക്ക്. ഒന്നും പറയല്ലേ മാമ എപ്പടി ഉണ്ടായിരുന്നു? സൂപ്പർ മാമ. ഒരു വകയുള്ളൂല്ലേ എന്തുപറ്റി? സംസാരിക്കുന്നത് അടിപൊളി പടം. ഒന്നും പറയല്ലേ. ഫാൻ ബോയ് സംഭവമാണ്. ഫാൻ ബോയ് സംഭവം അങ്ങനെയാണ്. ഈ അറ്റ്ലി ഒന്നാണ്ട് പറഞ്ഞില്ലേ ഒരു പ്രോഗ്രാമില് എങ്ക അണ്ണനക്ക് നാന്താ ചെയ്വേ എങ്ക അണ്ണനക്ക് നാന്താ ചെയ്വേ. ഇതിലാണ് സെഞ്ചി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? വേറെ ലെവല് ബ്രോ, വേറെ ലെവല്. ലുക്കിനുണ്ട്. ലുക്കിന് 200 രൂപ ടിക്കറ്റ് വരാം. അതൊരു മാഷപ്പാണ് എല്ലാ പടത്തിലും എടുത്തു വെച്ചിരുന്നത്. അങ്ങനെയാണോ? അത് പറയണവന്മാരെ ഉണ്ടല്ലോ, അത് പറയണവന്മാരെ പോയി ഞാൻ. എങ്ങനെയുണ്ട് ടോട്ടലി? എങ്ങനെയുണ്ട്? കംപ്ലീറ്റ് പക്ക മാസ് എന്റർടൈൻമെന്റ്. ഒരു ഫാൻ ബോയ് ഇത്രേ ഉള്ളൂ. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് അജിത്തിന്റെ പടത്തിന് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ സീൻ കൊണ്ടുവരുന്നത്. ഇറങ്ങിയപ്പോൾ കൊറേ ഒരു പറഞ്ഞു പടം പോരാ, പക്ഷെ അതിലെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പടം ഫാൻസിലുള്ള പടമല്ലെന്ന്. ഇതോ പറഞ്ഞിട്ടുള്ള ഡയറക്ടർ കാണിച്ചു ഒരു പൈസ പോലും ചെലവില്ല, അതിനുള്ള എല്ലാ തിയേറ്ററിനകത്തുണ്ട്. ഓക്കെ, സൂപ്പർ പടം, നല്ല പടം. വർഷങ്ങൾക്ക് ശേഷം അജിത്തിന്റെ ഒരു നല്ലൊരു മൂവിയാണ്. ഫാൻ ബോയാണ്. സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്? സ്റ്റോറി നല്ല മൂവിയാണ്. അജിത്തിന്റെ ഈ ഇടക്കാലത്തൊന്നും ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു പടമാണ്. മാസും പടമാണ്. അതിസാറിന്റെ മാസ് പടം. മങ്കാത്ത, വാലി, അമർക്കള എല്ലാം ചേർത്തൊരു മാസ് പടം. ഒരു രക്ഷയില്ല പടം. തിയേറ്ററൊക്കെ രോമാഞ്ചം. കട്ട അജിത് ഫാൻസിന് മാത്രമേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇല്ല, സൂപ്പർ പടമാണ്. നെഗറ്റീവ് അടിക്കുന്നത് കുറെ വിജയ് ഫാൻസും കുറച്ച് സൂര്യ ഫാൻസും കുറെ ഹേറ്റേഴ്സും, അത്രേ ഉള്ളൂ. മൂടാണ് ഒരു മാർക്ക് ആന്റണി മൂടാണോ? മാർക്ക് ആന്റണി മൂടല്ല, തലയുടെ ഫുൾ പടവും വെച്ചെടുത്ത് വെച്ചിരിക്കുന്നു. ഫുൾ എന്റർടൈൻമെന്റ് പടം. പടം അടിച്ചു പൊളി. രക്ഷയില്ല പടം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചില ഹേറ്റേഴ്സ് മാത്രം നെഗറ്റീവ് അടിക്കും, ഡീഗ്രേഡ് അടിക്കും. വാട്സാപ്പിൽ പോയാൽ കുറച്ച് ഡീഗ്രേഡ് കാണും. പടം സൂപ്പർ പടം. ഫുൾ സംഭവം, പരമാണ് സംഭവം. ഫാൻ ബോയ് പടം അത് തന്നെ. ഇനി എടുക്കാനേ പറ്റൂല പടം. അടിപൊളി അടിപൊളി സിനിമ, സൂപ്പർ മേക്കിംഗ്. ഓക്കെ, എല്ലാരും പറഞ്ഞ അജിത്ത് ഫാൻസിന് വേണ്ടിയുള്ള ഒരു പടം. സൂപ്പർ. ഫാൻസിന് പൊളിക്കാം, എത്രയേ ഉള്ളൂ. പടം പഴയ പടങ്ങളൊന്നും കാണാത്തവർക്ക് ഇപ്പൊ ഒരുപാട് പഴയ പടങ്ങളൊക്കെ വന്നല്ലോ തലയുടെ, അവർക്കൊക്കെ കണക്ട് ആവോ സംഭവമൊക്കെ? പഴയ പടം കണ്ടവർക്കൊക്കെ കണക്ട് ആവും, കാണാത്തവർക്ക് ഡയലോഗ് കണക്ട് ആവത്തില്ല. പക്ഷെ ഡയലോഗ് കണക്ട് ആവണമെങ്കിൽ പഴയ പടം കണ്ടവർക്ക് സൂപ്പറായിട്ട് കണക്ട് ആവും. അടിപൊളിയാണ്. വെറുതെ ഒരു പടം കാണിക്കാൻ എടുത്ത് വെച്ചേക്കണോ? അതൊക്കെ കണക്ഷൻ ഉണ്ടോ? ആ ഒരു വേൾഡ് ഒക്കെ എങ്ങനെയുണ്ട്? ബിൽഡ് ചെയ്തിട്ടുണ്ടോ? ശരിക്കും പടം സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ സാധനം പഴയ പടം കണ്ടവർക്ക് ഡയലോഗ് കണക്ട് ആവണമെങ്കിൽ പഴയ പടം കണ്ടവർക്ക് സൂപ്പറായിട്ട് കണക്ട് ആവും. ഒരു ഫാൻ ബോയ് ട്രീറ്റ്. അതാണ് സൂപ്പറാണ്. അജിത്തിന്റെ ഒരു കംബാക്ക് ആണ്. കുറെ വർഷത്തിന് കംബാക്കാണ്. തലയുടെ ഇത്രയും നാൾ ഇറങ്ങി വെച്ച് നോക്കുമ്പോൾ കൊടുത്ത ഹൈപ്പിനും എല്ലാം ഉണ്ട്. നമുക്കുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ട്രെയിലർ കണ്ടപ്പോ എല്ലാരും പറഞ്ഞ സംബന്ധിച്ചാൽ തലയുടെ മാഷപ്പ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്ത് വെച്ചത്. അതെങ്ങനെയുണ്ട് ശരിക്കും? അത് നോർമലി നോക്കുകയാണെങ്കിൽ തലയുടെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ആദിക്കിന്റെ പടങ്ങളെല്ലാം നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇത് മറ്റേ ടെലഗ്രാമിൽ ചുമ്മാ ഡൗൺലോഡ് കണ്ടിട്ട് കാര്യമില്ല, കാണുന്നെങ്കിൽ തിയേറ്ററിൽ ഒന്ന് തന്നെ കാണണം. അതിനുള്ളതുണ്ട്. ഫുൾ ഓൺ പടമാണ്. ഓക്കെ, ശരിക്കും എങ്ങനെയുണ്ട്? ഒരു ഫാൻസിന് മാത്രം വേണ്ടിയിട്ടുള്ള നമുക്കുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്രയും ഒരു 2015 ശേഷം നല്ലൊരു വേതാളത്തിന് ശേഷം ഒന്നും കിട്ടിയിട്ടില്ല. അതിനുള്ളതെല്ലാം 10 വർഷത്തെ ഗ്യാപ്പിനിടയിൽ ഒരു ഡയറക്ടറും തന്നിട്ടില്ല. അത് ഫാൻ ബോയ് ആദിക്ക് പക്കയായിട്ട് സെറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട്? ബോക്സ് ഓഫീസ് സംഭവമായിരിക്കും. തൂക്കും. ഓക്കെ, തലയുടെ ഒരു പക്ക ഫാൻ ബോയ് സംഭവമാണോ മൊത്തത്തിൽ? സൂപ്പർ പടം, സെറ്റ് അടിപൊളി പടം. കണ്ട് ആഘോഷിച്ചിരുന്ന് കാണാൻ പടം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കഴിഞ്ഞ പടം നോക്കണ്ട, വീട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കട്ടി കളഞ്ഞോട്ട്. എന്നാലും എല്ലാരും പറഞ്ഞത് ട്രെയിലർ കണ്ടപ്പോ എന്താണ് ഒരു ഫാൻ ബോയ് സംഭവം, തലയുടെ ആറാട്ടം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് ഒക്കെ ആറാട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ ആറാട്ടം ഉണ്ടായി. സൂപ്പറാണ്, സൂപ്പർ, രക്ഷയില്ല. മ്യൂസിക് സെറ്റ്, പിന്നെ പടം ഫുൾ റെഫറൻസിന്റെ കളിയാണ്. അതുകൊണ്ട് തന്നെ ഫാൻസിന് വേണ്ടി മാത്രമാണോ അതോ അല്ലാതെ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്? സിനിമ സ്റ്റോറി ഉണ്ട്, അതുപോലെ തന്നെ പടത്തിൽ ചെറിയ കഥയുണ്ട്. ആ കഥ നടക്കാനുള്ള സാഹചര്യം ഇതൊക്കെ തന്നെയാണ്. അത് ഏത് മൂഡാണ് പോകുന്നത്? ഒരു ത്രില്ലറാണോ, ആക്ഷൻ, ഫുൾ ഓൺ എല്ലാം ഉണ്ട്? ട്രെയിലർ കണ്ടുപോലെ തന്നെയാണ് പടം. ഫുൾ ഓണാണ്. പിന്നെ ഫുൾ ഓണാണ്. ഓക്കെ, മുതൽ എന്ത് തോന്നി കണ്ടിട്ട്? സൂപ്പർ, പൊളി, അടിപൊളി സെറ്റ്. ഓക്കെ, സൂപ്പർ പടം. അതായത് നമ്മുടെ ആദിക്കിൻ്റെ
ഓരോ ഷോട്ട് കഴിയുമ്പോഴും ആദ്യം കട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ രോമാഞ്ചം അടിക്കുന്ന പോലെ അത് ലാസ്റ്റ് നമുക്ക് വർക്കിംഗ് കാണിക്കും. ഓക്കെ. ഷൂട്ട് ബിഹൈൻഡ് ദ സീൻ കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത് എത്രത്തോളം ആസ്വദിച്ച് ചെയ്തതാണെന്നുള്ള മനസ്സിലാവും. അതേ ആസ്വാദം തന്നെ നമുക്ക് ഓഡിയൻസിന് കയ്യിലും കിട്ടാൻ ഒരു 2.5 മണിക്കൂർ ഫാൻ ബോയ് സംഭവമാണ്. ഫാൻ ബോയ് സംഭവം തന്നെയാണ്. അജിത്ത് ഫാൻസിന് രോമാഞ്ചം അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ എല്ലാം ഉണ്ട്. പിന്നെ തളപതി ഫാൻസിന് ഒരെണ്ണമുണ്ട്, അത് തിയേറ്ററിൽ കണ്ടാൽ മതി. ആ സമയത്ത് ബ്ലാസ്റ്റ് റെഫറൻസ് ആണ് ഫുള്ള്. ഓക്കെ. ഈ പറഞ്ഞ പോലെ അജിത് ഫാൻസിന്റെ പഴയ പടങ്ങളുടെ റെഫറൻസ് ആണെങ്കിലും എല്ലാം മൊത്തത്തിലുണ്ട്. ഫാൻസിന് വേണ്ടിയുള്ള എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട്. ഒരു സാധനം കിട്ടി, അതുണ്ടായിരുന്നു. ആ ഒരു മൂടാണ് പടം ഫുൾ ഓണാണ്. അത് തന്നെ ഫുൾ. ഈ ജി പ്രകാശിന്റെ വിരലൊക്കെ ഇങ്ങനെ നീരടിച്ച് കാണും മിക്കവാറും. കിട്ടിയ പൈസ കോട്ടക്കൽ അതിശാല കൊടുക്കേണ്ടി വരും. തുടക്കം തൊട്ടേ കീബോർഡ് വെച്ച കൈ എടുത്തിട്ടില്ല, ഫുള്ള് പരിപാടിയാണ്. അപ്പൊ ഈ അജിത്തിന്റെ പഴയ ബില്ല റെഫറൻസും അതുപോലെ തന്നെ ആദ്യത്തെ പടം തൊട്ട് അമരാവതി വാലി തൊട്ടുള്ള പടത്തിന്റെ റെഫറൻസ് മൊത്തം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സാധനമുണ്ട്. തല ഫാൻസ് മാത്രം എൻജോയ് ചെയ്യുന്ന കണ്ടന്റെ പടമല്ല, തളപതി ഫാൻസിന്റെ ഒരു സാധനം കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആ സമയത്ത് തിയേറ്റർ ബ്ലാസ്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഒറിജിനൽ അജിത്ത് അജിത്ത് കംബാക്ക് ആണ്, ബോക്സ് ഓഫീസ് കംബാക്ക് തീർച്ചയായിട്ടും. ഓക്കെ. മിക്ക തമിഴ് പടങ്ങളിലെ റെഫറൻസ് അതിനകത്തുണ്ട്. ഓക്കെ. ബ്രോയ്ക്ക് എങ്ങനെ തോന്നി? സൂപ്പർ പടം. നമ്മളെ മാർക്ക് ആന്റണിയൊക്കെ കണ്ട ആ ഒരു വൈബാണ്. അതിലും വൈബാ, ഇയാള് ഫാൻ ബോയും കൂടെ അല്ലേ, അതിലും വൈബാ. ട്രെയിലറൊക്കെ കണ്ട പോലെ തന്നെ പക്ക ട്രെയിലറിന്റെ ഒരു 10 ഇരട്ടി മുകളിലുണ്ട് പടം. അർജുൻ ദാസ് എങ്ങനെയുണ്ട്? തലയ്ക്ക് മേളില് സ്കോർ ചെയ്തിട്ടുണ്ട്. മുകളിലൊന്നും സ്കോർ ചെയ്യാൻ വളർന്നില്ല, അയാൾ അസാധ്യമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അയാള് കിട്ടിയ ക്യാരക്ടർ സൂപ്പർ ആക്കിയിട്ടുണ്ട്. ടോട്ടലി വെറുത്ത ഹൈപ്പാണ്. ഓക്കെ. ടോട്ടലി എങ്ങനെയാണ് അടുത്തൊരു വിഷു ക്ലാഷിന് കേരളത്തിൽ പടത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്കുള്ള ത്രില്ലങ്ങ് പോകും. അതായത് റെഫറൻസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടുണ്ട്. ആ സാധനം നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് കാണുമ്പോഴുള്ള ഫീല് നമ്മൾ ഈ പറഞ്ഞുറച്ച സാധനം കിട്ടത്തില്ല. മസ്റ്റ് വാച്ച് ആണ്. മസ്റ്റ് വാച്ചാണ് കാണാൻ എല്ലാവരും കാണണം. ഓക്കെ. എല്ലാരും എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ഫാൻ ബോയ് ട്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ? അങ്ങനെയാണ്. അജിത്തിന്റെ ഒരു പടമല്ലേ, അപ്പം ആ ഒരു ഇതുകൊണ്ട് കുഴപ്പമില്ല, കൊള്ളാം. അജിത്തിന്റെ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു പടം. നമ്മുടെ മാർക്ക് ആന്റണി വൈബാണോ? മാർക്ക് ആന്റണി ആ വൈബൊക്കെ ഉണ്ട്. എന്നാലും പടം ഒക്കെയാണ്, കാണാൻ കൊള്ളാം. പഴയ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു മാഷപ്പ് എന്നുള്ള കഥ അങ്ങനെയൊക്കെ ഉണ്ടോ? ആസ് എ മൂവി എന്ന് പറയുമ്പോ അജിത്തിന്റെ എല്ലാ മൂവോട് വെച്ചിട്ടുള്ള ഒരു പടം. എല്ലായിടത്തും നടക്കുന്നതല്ല സാധാ. ആ ട്രെയിലറിൽ കണ്ട വൈബ് തന്നെയാണ്. ട്രെയിലർ കണ്ട വൈബുണ്ട്. മണി വയസ്സല്ല ഒരിക്കലും. അപ്പൊ എങ്ങനെയാണ് ഒരു കംബാക്ക് എന്ന് പറയാനുണ്ടോ അജിത്തിന്റെ? കംബാക്ക് എന്ന് പറയാം. കംബാക്ക് തന്നെ. അടിപൊളി പടം ബ്രോ, അടിപൊളി. കൊടുത്ത പൈസക്ക് മുതലായി. അജിത്ത് പൊളിച്ച് തല സംഭവമാണ്. തല പൊളിച്ച്. ഓക്കെ. രക്ഷയില്ല, സൂപ്പർ. അജിത് ഫാനാണ്, ഫാനാണ്. സൂപ്പർ പടം. എങ്ങനെയാണ് തിയേറ്റർ? കിടിലം ആഘോഷിക്കാനുള്ളതൊക്കെ ആഘോഷിക്കാനുണ്ട്. സൂപ്പറാണ്. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ ആ മാർക്ക് ആന്റണി വൈബ് കിട്ടിയോ? അയ്യോ, അതിന് ഹെവിയാണ്. ഇതാണ് കംബാക്ക്. കംബാക്ക് ഇതാണ്. ഓക്കെ.